BJPയുടെ സിറ്റിംഗ് ലോക്സഭാ മണ്ഡലമായിരുന്ന അസൻസോൾ ശത്രുഘ്ൻ സിൻഹ പിടിച്ചെടുത്തത് ഉൾപ്പെടെ നിരവധി സാഹചര്യങ്ങൾ തൃണമൂലിന് പ്രതികൂലമായി ഭവിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു. 2026 സമ്പൂർണ്ണ വിജയം ഉറപ്പിക്കാനാണ് തൃണമൂൽ തീരുമാനം. അതേസമയം ഇക്കുറി തൃണമൂൽ ഇക്വേഷൻ മാറ്റിമറിക്കുകയാണ്. 30ഓളം സീറ്റുകൾ കോൺഗ്രസിന് സഖ്യകക്ഷി എന്ന നിലയിൽ കൊടുക്കാൻ അവർ താല്പര്യപ്പെടുകയാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് അവരുടെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ സൗഹൃദം എന്ന രീതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിന് 30 സീറ്റുകൾ നൽകും. ഇതിനു വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ പുരോഗമിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നത് BJPയിലെ സുവേദു അധികാരിയാണ്. സുവേദു പറയുന്നത് BJP നിയമസഭയിൽ അധികാരത്തിലേക്ക് എത്തിയാൽ ഒരൊറ്റ മുസ്ലിംകാരനെ പോലും സഭയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന വർഗീയ വിദ്വേഷം വിഷമമിപ്പിക്കുന്ന രീതിയിലാണ് ചീറ്റുന്നത്. സുവേദു ഒരു കാലത്ത് ഗുണ്ടായിസത്തിന്റെ അമരക്കാരനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വലിയ തോതിലുള്ള അക്രമ ശൈലിയാണ് സുവേദു പിന്തുടരുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അവരെ എല്ലാ രീതിയിലും തകർക്കാനും ആഹ്വാനം ചെയ്യുന്ന രീതിയാണ് ദിലീപ് ഘോഷ് എന്ന സംഘടനയുടെ ചുമതലയുള്ള BJPയുടെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ സുവേദു അധികാരിയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ മമതയുള്ളിടത്തോളം കാലം ബംഗാളിൽ അതൊന്നും നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒറ്റയ്ക്ക് ഒരു പാർട്ടിയെ ഉന്മൂലനം ചെയ്തവളാണ് മമത. CPIMന്റെ അടിവേര് വരെ തോണ്ടി അത് ദൂരെ എടുത്ത് കളഞ്ഞവൾ മമതാ ബാനർജിയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്ന, എന്നാൽ കോൺഗ്രസിന്റെ അഗ്രഷൻ പോരാ എന്ന് മനസ്സിലാക്കി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തുടങ്ങി 10 കൊല്ലത്തിനകം തന്നെ അധികാരത്തിലേക്ക് കയറാൻ മമതയുടെ കരുത്ത് ചില്ലറയൊന്നുമല്ല. ബംഗാളിലെ 29 ലോക്സഭാ സീറ്റും 225 നിയമസഭാ സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിന്റെ കൈവശമാണ്. BJP അവിടെ പ്രധാനപ്പെട്ട എതിർകക്ഷിയാണെങ്കിൽ പോലും വോട്ട് ഷെയറിൽ മാത്രമാണ് അവർക്ക് എതിർകക്ഷിയായി നിൽക്കാൻ കഴിയുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ വളരെയധികം ദുർബലമാണ്. എന്നാൽ പോലും അവർക്ക് മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ വർഗീയത ആയുധമാക്കി, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധ പാർട്ടിയാണെന്ന് മമതാ ബാനർജി എന്ന പേരിൽ പോലും വലിയ രീതിയിൽ കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവേദു അധികാരി അവിടെ പ്രചരണം നടത്തുന്നത്. എന്നാൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അഭിഷേക് ബാനർജി ഇപ്പോൾ രംഗത്ത് വരുന്നത്. വളരെ വൈകാതെ തന്നെ താക്കോൽ സ്ഥാനം ഏറ്റെടുക്കാനാണ് അഭിഷേക് ബാനർജിയുടെ തീരുമാനം.